ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സ്വാമി വിവേകാനന്ദന്റെ ആശയങ്ങൾ രാജ്യത്തിന് വഴികാട്ടുമെന്ന് ദേശീയ യുവ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച കോവിഷീൽഡ് വാക്സിൻ വിതരണത്തിനായി സജ്ജമായി. പൂനെ വിമാനത്താവളത്തിൽ നിന്നും വാക്സിൻ ഡൽഹിയിലേക്ക് അയച്ചത് വൻ സുരക്ഷയോടെ. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.49% ഉയർന്നു. ഇന്ത്യ ലോകത്തെ ഏറ്റവും ഉയർന്ന കോവിഡ് മുക്തി നിരക്കിലേക്കെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇന്ത്യൻ നാവികസേനയുടെ സൈനികാഭ്യാസ പ്രകടനമായ സീ വിജിൽ 21ന്റെ രണ്ടാം പതിപ്പിന് തുടക്കമായി. ഐഎസ്എല്ലിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബംഗളൂരു FC പോരാട്ടം. വാർത്തകൾ വിശദമായി. ദേശീയ യുവ പാർലമെന്റിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നടന്ന ചടങ്ങിൽ യൂത്ത് പാർലമെന്റ് വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. വിശദവിവരങ്ങളുമായി അഞ്ജന. സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷിക ദിനം രാജ്യത്തെ മുഴുവൻ യുവജനങ്ങൾക്കും പുതിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. സ്വാമി വിവേകാനന്ദൻ സമൂഹത്തിനും രാഷ്ട്രത്തിനുമായി നൽകിയ അമൂല്യ സംഭാവനകൾ കാലാതീതമായി നമുക്കേവർക്കും എന്നും വഴികാട്ടികളായി നിലകൊള്ളുന്നു. സ്വാമിയുടെ ഉപദേശങ്ങൾ സ്വന്തം ജീവിതത്തിൽ അനുഭവത്തിൽ വരാത്തവരായി ആരും തന്നെ നമ്മുടെ രാജ്യത്തുണ്ടാവില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷിക ദിനമായ ജനുവരി 12-നാണ് യൂത്ത് പാർലമെന്റ് നടക്കുന്നത്. യുവജനോത്സവവും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊക്രിയാൽ നിഷാങ്ക്, യുവജനകാര്യമന്ത്രി കിരൺ റിജിജു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. स्वामी विवेकानंद की जन्म जयंती का ये दिन हम सभी को नई प्रेरणा देता है. आज का दिन विशेष इसलिए भी हो गया है कि इस बार युवा संसद देश की संसद के सेंट्रल हॉल में हो रही है. ये सेंट्रल हॉल हमारे संविधान के निर्माण का गवाह है. देश के अनेक महान व्यक्तियों ने यहाँ आजाद भारत के लिए फैसले लिए, भारत के भविष्य के लिए चिंतन किया. मुझे विश्वास है ये अनुभव इस समय सेंट्रल हॉल में बैठे सभी युवा साथियों को भी हो रहा होगा. आप सभी ने जो यहाँ संवाद किया, मंथन किया, वो भी बहुत महत्वपूर्ण है. രാജ്യത്തെ 18-നും 25-നും ഇടയിൽ പ്രായമുള്ള യുവജനങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും രാജ്യവികാസത്തിന് പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശയപ്രകാരം 2019 മുതലാണ് ദേശീയ യുവ പാർലമെന്റിന് തുടക്കമായത്. നവ ഇന്ത്യയുടെ ശബ്ദമാവുക, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക, നയരൂപീകരണത്തിൽ സംഭാവന ചെയ്യുക എന്നതാണ് ദേശീയ യുവ പാർലമെന്റിന്റെ പ്രമേയം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ജന്മവാർഷിക ദിനത്തിൽ സ്വാമി വിവേകാനന്ദന് ആദരമറിയിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വൈജ്ഞാനിക, സാംസ്കാരിക, തത്വശാസ്ത്ര മണ്ഡലങ്ങളിലെ ഇന്ത്യയുടെ പ്രഭാവം ലോകത്തെ അറിയിച്ച പ്രതിഭയായിരുന്നു അദ്ദേഹമെന്ന് ശ്രീ അമിത്ഷാ ട്വിറ്ററിൽ കുറിച്ചു. പുരോഗമനപരവും പ്രചോദനവുമായ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ ഉൾക്കൊണ്ടാൽ രാജ്യത്തിന് ലോകത്തിന്റെ നെറുകയിലെത്താനാകുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂട്ടിച്ചേർത്തു. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ വികസിപ്പിച്ച കോവിഷീൽഡ് വാക്സിൻ വിതരണത്തിനായി സജ്ജമായി. വൻ സുരക്ഷാ സന്നാഹത്തോടെയാണ് പൂനെ വിമാനത്താവളത്തിലേക്ക് 6 കണ്ടെയ്നർ വാക്സിനുകൾ എത്തിച്ചത്. ഔറംഗാബാദ്, ഡൽഹി, ചെന്നൈ, ബംഗളൂർ, കർണാൽ, കൊൽക്കത്ത, വിജയവാഡ, ഹൈദരാബാദ്, ഗുവാഹട്ടി, ലക്നൌ, ചണ്ഡിഗഡ്, ഭുവനേശ്വർ എന്നീ 13 നഗരങ്ങളിലേക്കാണ് പൂനെയിൽ നിന്നും വാക്സിൻ എത്തിക്കുക. രാവിലെ 8-ന് ഡൽഹിയിലേക്കായിരുന്നു ആദ്യ വിമാനം. രാജ്യത്ത് ഈ മാസം 16 മുതൽ 3 ഘട്ടങ്ങളിലായി കോവിഡ് വാക്സിൻ വിതരണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിമാരുമായി നടന്ന സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദ്യഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കാകും വാക്സിൻ നൽകുക. 50 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവരെയും മറ്റ് രോഗങ്ങളുള്ളവരെയുമാകും രണ്ടാം ഘട്ടത്തിൽ പരിഗണിക്കുക. കോവിഡ് വാക്സിനേഷൻ ഷെഡ്യൂൾ പൂർത്തിയാക്കാൻ ഒരു വ്യക്തി 28 ദിവസങ്ങൾക്കുള്ളിൽ 2 പ്രാവശ്യം വാക്സിൻ സ്വീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ. കോവിഡ്-19നെക്കുറിച്ചുള്ള സംശയങ്ങൾ നീക്കാൻ ചോദ്യാവലിയും ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ സൈനികാഭ്യാസ പ്രകടനമായ സീ വിജിൽ 21ന്റെ രണ്ടാം പതിപ്പ് ഇന്ന് മുതൽ. രാജ്യത്തെ 7516 കിലോമീറ്റർ നീളമുള്ള തീരദേശ മേഖലകളെ മുഴുവൻ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ സൈനികാഭ്യാസമാണ് സീ വിജിൽ. 13 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും 2 ദിവസത്തെ പ്രകടനങ്ങളിൽ പങ്കാളികളാകും. തീരദേശ മേഖലയുടെ സുരക്ഷ വിലയിരുത്തുക, നാവികസേനയുടെ ശക്തി പൂർണ്ണമായും പ്രദർശിപ്പിക്കുക എന്നിവയാണ് സീ വിജിലിലൂടെ ലക്ഷ്യമിടുന്നത്.
കാർ അപകടത്തിൽ പരിക്കേറ്റ കേന്ദ്രമന്ത്രി ശ്രീപദ് നായിക് അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ഇന്നലെ വൈകിട്ട് കർണാടകയിൽ വച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും സഹായിയും മരിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 96.43% ഉയർന്നു. 24 മണിക്കൂറിനിടെ 18,000-ത്തിലധികം പേരാണ് രോഗമുക്തരായത്. ഇതോടെ രാജ്യത്തെ ആകെ രോഗമുക്തരായവരുടെ എണ്ണം 1 കോടി കവിഞ്ഞു. ലോകത്തെ തന്നെ ഏറ്റവും ഉയർന്ന രോഗമുക്തി നിരക്കാണ് ഇത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇത് വ്യക്തമാക്കി. നിലവിലെ മരണനിരക്ക് 1.44%. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 167 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിൽ ഇന്നലെ 3,922 പേർ കോവിഡ് മുക്തരായി. അതേസമയം 3,110 പേർക്ക് ഇന്നലെ കോവിഡ്-19 സ്ഥിരീകരിച്ചു. 8.81% നിലവിൽ സംസ്ഥാനത്തെ രോഗസ്ഥിരീകരണ നിരക്ക്. 20 മരണങ്ങളാണ് ഇന്നലെ കോവിഡ്-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. അഴിമതിരഹിത നിയമനങ്ങൾക്കാണ് സർക്കാർ മുന്തിയ പരിഗണന നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കി. സർക്കാർ PSC മുഖേന 1,51,000-ലേറെ നിയമനങ്ങൾക്കുള്ള അഡ്വൈസ് മെമ്മോ നൽകിക്കഴിഞ്ഞു. PSC തസ്തികകളുടെ റാങ്ക് പട്ടികകൾ വിവിധ ഘട്ടങ്ങളിലായിരിക്കെ കരാറടിസ്ഥാനത്തിൽ സർക്കാർ നിയമനങ്ങൾ നടത്തുന്നത് തൊഴിലന്വേഷകരായ യുവാക്കൾക്ക് പ്രതിസന്ധിയുണ്ടാക്കുന്നു എന്ന വിഷയത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. പ്രതിപക്ഷത്തെ ഷാഫി പറമ്പിലാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. നിയമസഭയിൽ ഭരണപക്ഷ പ്രതിപക്ഷ വാക്പോര്. ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇരുവിഭാഗങ്ങളും കൊമ്പുകോർത്തു. ബാർ കോഴ കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് എതിരായ ആരോപണത്തിൽ പ്രാഥമിക അന്വേഷണത്തിന് അനുമതി നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. എന്നാൽ തനിക്കെതിരായ അഴിമതി ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. താൻ കോഴ വാങ്ങിയിട്ടില്ല. സർക്കാർ പ്രതിപക്ഷത്തെ ബോധപൂർവ്വം അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ലൈഫ് മിഷൻ കേസിൽ CBI അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. FIR റദ്ദാക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. അന്വേഷണം CBIക്ക് തുടരാം എന്ന് പറഞ്ഞ ഹൈക്കോടതി ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ ഗൂഢാലോചന ഗൌരവമായി കാണണമെന്നും പറഞ്ഞു. ഇതു സംബന്ധിച്ച യൂണിടാക് കമ്പനിയുടെ ഹർജിയും ഹൈക്കോടതി തള്ളി. ഡൽഹിയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നിരീക്ഷണം ശക്തമാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാൻ അറിയിച്ചു. പക്ഷിപ്പനി നിയന്ത്രണത്തിനായി ആവശ്യമായ നടപടികൾ സംബന്ധിച്ച കർമ്മ പദ്ധതി മൃഗസംരക്ഷണ ക്ഷീരസംരക്ഷണ മന്ത്രാലയങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷിപ്പനി ബാധിത സംസ്ഥാനങ്ങളിൽ രോഗവ്യാപനം കുറയ്ക്കുന്നതിനായി കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് പുറപ്പെടുവിച്ച മാർഗ്ഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജനങ്ങൾ ജാഗ്രത തുടരണമെന്നും ശ്രീ അനിൽ ബൈജാൻ ട്വിറ്ററിലൂടെ അറിയിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബംഗളൂരു FCയെ നേരിടും. അസമിലെ ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. ഇന്നലത്തെ മത്സരത്തിൽ മുംബൈ സിറ്റി FCയ്ക്കായിരുന്നു വിജയം. കൊൽക്കത്ത ATK മോഹൻ ബഗാനെ 1-0-നാണ് തോൽപ്പിച്ചത്. 69-ാം മിനിറ്റിൽ ബർത്തലോമ്യൂ ഒഗ്ബെച്ചയാണ് മുംബൈയെ വിജയത്തിലെത്തിച്ചത്. രാജ്യത്തെ ഓഹരി വിപണി നേട്ടത്തിൽ. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 58 പോയിന്റ് ഉയർന്ന് 49,327-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 38.65 പോയിന്റ് നേട്ടത്തിൽ 14,523-ലുമാണ് വ്യാപാരം തുടരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വാമി വിവേകാനന്ദന്റെ ആശയങ്ങൾ രാജ്യത്തിന് വഴികാട്ടുമെന്ന് ദേശീയ യുവ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച കോവിഷീൽഡ് വാക്സിൻ വിതരണത്തിനായി സജ്ജമായി. പൂനെ വിമാനത്താവളത്തിൽ നിന്നും വാക്സിൻ ഡൽഹിയിലേക്ക് അയച്ചത് വൻ സുരക്ഷയോടെ. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.49% ഉയർന്നു. ഇന്ത്യൻ നാവികസേനയുടെ സൈനികാഭ്യാസ പ്രകടനമായ സീ വിജിൽ 21ന്റെ 2ാം പതിപ്പിന് തുടക്കമായി. ISLൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബംഗളൂരു FC പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIRnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.